വെൽക്കം ബാക്ക് ടു മൈലാഞ്ചി. നമുക്ക് അടുത്തത് മാപ്പിളപ്പാട്ടിന്റെ ഡ്യൂറ്റ് റൗണ്ടാണ്. അതിൽ തന്നെ കല്യാണ പാട്ടുകളുടെ ആ ഒരു മനോഹരമായിട്ടുള്ള ശീലുകൾ കേൾക്കാം. അതിനായി ഇവിടെ എത്തുന്നു കുഞ്ഞുബായി ആൻഡ് ഭീമ ബഷീർ. എന്താ പരിപാടി നിങ്ങളുടെ? നമ്മുടെ ഒരു കുടുംബമാണ്. അപ്പോൾ നമ്മുടെ കുടുംബത്തിലൊരു എൻ്റെ അനിയത്തിൻ്റെ കല്യാണമാണ്. പെങ്ങളുടെ കല്യാണം? പെങ്ങളുടെ കല്യാണം. അപ്പോൾ ഞാനും എൻ്റെ കൊച്ചനിയത്തിയും കൂടി നമ്മൾ അടിച്ചു പൊളിക്കുകയാണ്. നിങ്ങൾ രണ്ടുപേരും കൂടി പാട്ട് പാടുകയാണ്? എൻ്റെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ട് നല്ലോണം അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട്. എവിടെ നിന്ന് വന്നു? എൻ്റെ കാസർഗോഡ് നിന്നോ അല്ലെങ്കിൽ കന്യാകുമാരി നിന്നോ? അല്ല, എൻ്റെ അടുത്ത് ഇവിടെ ഉള്ള ഫ്രണ്ടാണ്. നമ്മുടെ ഫിറോസും കേൾക്കും. ഓക്കെ, ശരി. അപ്പോൾ നമുക്ക് ആ കാഴ്ചകൾ കാണാല്ലേ? ഇത് ആരെഴുതിയാണോ, ആര് പാടിയാണോ, ആര് മ്യൂസിക് ചെയ്താണോ? ഇത് MG ശ്രീയേട്ടൻ പാടിയതാണ്. ശരി, അപ്പോൾ നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം. നിന്നെ മൂടും പൂവാലൻ കിളി പാടും, പൂവാൽ നിന്നെ മൂടും പൂവാലൻ കിളി പാടും, പൂത്താലി കുറി ചാർത്തുമ്പോൾ പുതിയൊരു നാണം പൂക്കുമ്പോൾ ചാർത്തുമ്പോൾ പുതിയൊരു നാണം പൂക്കുമ്പോൾ പൂവാൽ നിന്നെ മൂടും. വന്നു കിളിക്കൂടും കേട്ടും നിന്റെ കരളിൽ നിന്ന് കനിയേ കിളിയേ കനിയേ കിളിയേ കൊതി തീർക്കും മതിയെ കഥകൾ പറഞ്ഞവൻ മയക്കുകില്ലേ. പൂവാൽ നിന്നെ മൂടും പൂവാലൻ കിളി പാടും, പൂത്താലി കുറി ചാർത്തുമ്പോൾ പുതിയൊരു നാണം പൂക്കുമ്പോൾ പടച്ചവൻ പടച്ചുള്ള അഴകില്ലോലെ മണിയേ ഒളിയേ മണിയേ ഒളിയേ കുടമുള്ള ചിരിയെ മനസ്സിന്റെ മണിയറ ഒരു കീക്കോ. പൂവാൽ നിന്നെ മൂടും
പൂവാലൻ കിളി പാടും പൂവാൽ നിന്നെ മൂടും പൂവാലൻ കിളി പാടും പൂത്താലി കുറിച്ചാത്തുമ്പോൾ പുതിയൊരു നാടം പൂക്കുമ്പോൾ മോളെ നന്നായിരുന്നു കേട്ടോ. താങ്ക് യു. എങ്ങനെയുണ്ട് മണവാട്ടി? നന്നായിരുന്നു. കല്യാണം കഴിഞ്ഞാണോ മൈക്കുറത്തെ? ഇല്ല. ഇല്ലേ? ആലോചിച്ചോണ്ടിരിക്കണ്ടോ കല്യാണം? ഉണ്ടോ? +2 പഠിക്കുന്നു. അത് കുഴപ്പമില്ല. +2 പഠിക്കുന്നു വിചാരിച്ചിട്ട് ഞാൻ പെട്ടെന്ന് കല്യാണം കഴിക്കാൻ പറ്റില്ലെന്നല്ലേ. പക്ഷെ നല്ല കറക്റ്റ് മണവാട്ടിയല്ലേ? മണവാട്ടിയുടെ ഒരു നാണവും എന്റെതല്ല അനിയത്തി. ആ ഒറ്റ കുഴപ്പമുള്ളൂ. ആ ഒറ്റ കുറവ് മാത്രമേ പ്രശ്നമുള്ളൂ. ബാക്കി എല്ലാം ഓക്കെയാ. ബാക്കി എല്ലാം കൂടെ നമുക്ക് ഇഷ്ടമായിരുന്നു. നിങ്ങളെല്ലാവരും നന്നായിരുന്നു. നല്ല എക്സ്പ്രഷൻ, എല്ലാവരും ഗംഭീരമായിരുന്നു. പിന്നെ പാട്ടിൻ്റെ കാര്യത്തിൽ ഉള്ള കുറ്റങ്ങളും കുറവുകളും എന്താണെന്നൊക്കെ വെച്ചാൽ അവർ പറയും. പക്ഷെ ടോട്ടൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം. ഒരു സിനിമ കാണുമ്പോൾ ഒരു മൂഡുണ്ടായിരുന്നു അല്ലേ? നല്ല ഗ്രൂപ്പ്. എന്താണ് ഷെറീഫ്ജി? ഞാനെന്താ പറയണ്ടേ, സത്യം പറഞ്ഞാൽ പാട്ട് ശ്രദ്ധിക്കണോ കൊറിയോഗ്രാഫി ശ്രദ്ധിക്കണോന്നായിരുന്നു. കണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുക. എന്താ അത്രയും കണ്ണിൽ നിറഞ്ഞു കിടക്കുക മൊത്തം ടോട്ടലി. ഞാൻ ഈ പെൺപിള്ളേരെ മാത്രമേ നോക്കിയുള്ളൂ. ബാക്കി ഞാൻ പാട്ടൊന്നും കിട്ടുന്നു. നല്ല അസലായിരുന്നു കേട്ടോ. അതുപോലെ കുഞ്ഞുട്ടി കഴിഞ്ഞ തവണ പാട്ട് നിന്നു പോയിരുന്നു. അതിന്റെ എല്ലാ പ്രതികാരത്തോടു കൂടിയാണ് ഇന്ന് പാടിയത്. അസലായി പാടി. കാരണം ആ പാട്ടിന്റെ എല്ലാ മൂഡും. കാരണം എനിക്ക് പറയാൻ പറ്റും, കാരണം ഞാനാണ് ഈ പാട്ടിന്റെ ട്രാക്ക് പാടിയത്. ഇതിൽ സിന്ധു പാടിയിട്ടുണ്ട്, അതുപോലെ MG ശ്രീകുമാർ പാടിയിട്ടുണ്ട്. അപ്പം ആ പാട്ടിന്റെ എല്ലാ മൂഡോടു കൂടിയാണ് പാടിയത്. രണ്ടുപേരും അസലായി ഡാൻസ് ഒക്കെ ചെയ്തു. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. കാരണം ഇത്രയും കളറായിട്ട് നന്നായി ഡാൻസ്. കുഞ്ഞുട്ടി അത്യാവശ്യം ഡാൻസ് ചെയ്യുന്ന എനിക്കറിയാം, പക്ഷെ ഇത്രയും പ്രതീക്ഷിച്ചില്ല. നല്ല കഴിഞ്ഞ പാട്ടിന്റെ നഷ്ടം തീർക്കാൻ വേണ്ടി എന്തായാലും തിരിച്ചു വരാൻ തീരുമാനിച്ചു. അടിപൊളി. പിന്നെ പറയത്തക്ക പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഞാൻ ആ പാട്ടിലും മാത്രമല്ല കൊറിയോഗ്രാഫിയിലും ഇങ്ങനെ മതിമറന്നുപോയി സത്യം പറഞ്ഞ്. രണ്ടിലും കൂടി നന്നായിരുന്നു. ടോട്ടലി അടിപൊളിയായിരുന്നു. കുഞ്ഞുഭായി പാട്ടിലും പെർഫോമൻസിലും വലിയ ഭായിയായിപ്പോയി. താങ്ക്സ്. വളരെ നന്നായി. സാധാരണ കളിക്കുമ്പം പാട്ടിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമെന്ന് കരുതി, പക്ഷെ വളരെ ക്ലിയർ ആയിരുന്നു. മോൾക്ക് ലേസം മുറുക്കം പാടുന്ന സ്ഥലത്തെല്ലാം കുറച്ച് പിച്ച് ഔട്ടിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. ആ മുറുക്കം പാടിയ സ്ഥലങ്ങളൊക്കെ അത് വളരെ ലേറ്റായിട്ടുള്ള പ്രശ്നം, വേറെ ഒന്നും പോലെ അടിപൊളി. എല്ലാവരും കൊറിയോഗ്രാഫിയൊക്കെ അടിച്ചു പൊളിച്ച്. ഞാൻ പിന്നെ കുഞ്ഞുഭായി കളിക്കുന്നത് കൊണ്ട് ഞാൻ വല്ലാതെ അങ്ങോട്ട് ശ്രദ്ധിക്കാൻ പോയില്ല. അതൊക്കെ ചുമ്മാ ഞാൻ കണ്ട അതിനെ പിച്ച് കാച്ച. ഓക്കെ, വെൽ ഡൺ. ഓക്കെ. എന്താ പറയാ, ഞാൻ പാടിയ പാട്ടാണ് എൻ്റെ ആദ്യത്തെ കാസറ്റാണ്. അതായത് മുസ്ലിം കാസറ്റാണ് തൗഫീഖ്. അതിൽ ഷെരീഫാണ് എന്നെ കൊണ്ട് ഈ പാട്ട് പാടിപ്പിച്ചത്, MG സാറിൻ്റെ കൂടെ. അപ്പം ഞാൻ പാടിയൊരു പാട്ടിൽ ഇത്രയും നല്ലൊരു കോറിയോഗ്രാഫി ചെയ്തതിന് വളരെയധികം സന്തോഷം. പിന്നെ നന്നായിട്ട് പാടി രണ്ടുപേരും. മോൾക്ക് കുറച്ച് എനിക്ക് തോന്നുന്നു ആ പെർഫോമൻസും കൂടി ആയതുകൊണ്ടാണോ എന്ന് ചില സ്ഥലങ്ങളിൽ കുറച്ച് ഔട്ടായി പിച്ച്. കുഞ്ഞുട്ടി നന്നായി പെർഫോം ചെയ്തു, നന്നായിട്ട് പാടി. നിങ്ങളുടെ ഹോൾ ടീം എല്ലാവരും എന്താ പറയുക നല്ലോണം സഹകരിച്ചു. ആ ഒരു തീം നന്നായിട്ട് കൊണ്ടുപോയി. എന്തായാലും നന്നായിരിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.